ദാസേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10-30 എപ്പിസോഡെങ്കിലും വേണ്ടി വരും മിനിമം. അതെ. അത്രയധികം നമ്മളൊക്കെ ഒരു 81 മുതലുള്ള ബന്ധമാണ് എനിക്ക്. അതിനു മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാംസിനൊക്കെ പോയിട്ട് കണ്ടിട്ടേ ഉള്ളൂ, അത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല. 81 മുതലാണ് ദാസേട്ടനുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ട്രാക്സ് കുറേ പാടാൻ പറ്റി. എത്രയോ പാട്ടുകൾക്ക് അദ്ദേഹത്തിന്റെ ട്രാക്സ്, അതാണ് ശരിക്കും എന്റെയൊക്കെ എക്സ്പീരിയൻസ്. ഉണ്ണിച്ചേട്ടൻ കുറെ ട്രാക്സ് പാടിയിട്ട് ചിലത് ദാസേട്ടൻ തന്നെ പറയും അവൻ നന്നായിട്ട് പാടിയിട്ടില്ല. അങ്ങനെ എനിക്ക് കുറെ എന്റെ ക്രെഡിറ്റിൽ കുറെ സോങ്സ് വന്നത് ദാസേട്ടൻ തന്നെ പറഞ്ഞു. പിന്നെ ദാസേട്ടൻ ഒരു പ്രോഗ്രാമിന് സുഖമില്ലാണ്ട് വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ദാസേട്ടന്റെ പാട്ടുകളൊക്കെ പാടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പല എക്സ്പീരിയൻസ് ഉണ്ട്. അത് കൂടാതെ ദാസേട്ടന്റെ തരങ്ങിണി സ്റ്റുഡിയോയിൽ ചെന്നൈയിൽ ഒരു അസിസ്റ്റന്റ് സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഒരു ജോലി തന്നിട്ടുണ്ട് ഒരിക്കൽ ദാസേട്ടൻ. അങ്ങനെ ഒരു 1-2 കൊല്ലം ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ഓർമ്മകൾ, ഒരു ദിവസം ഞാൻ സ്കൂട്ടർ വാങ്ങിയിരുന്നു, 82 എന്നാണ് എൻ്റെ ഓർമ്മ. ആ സ്കൂട്ടറിൽ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് വന്നിങ്ങനെ തിരിയുന്ന സമയത്ത് ഞാൻ സ്കൂട്ടർ ഓടിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ അന്ന് മറ്റേ ഹെൽമെറ്റൊന്നും അത്ര മസ്റ്റല്ല. അപ്പോൾ എന്നെ അവിടെ ഇങ്ങനെ നിർത്തി, കൈ കാണിച്ചിട്ട് നിർത്തി. എനിക്കിപ്പോഴും കാറിൻ്റെ നമ്പർ ഓർമ്മയുണ്ട്, 6636 ആണ്. വാൻഗാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർ ഉണ്ടായിരുന്നു, വൈറ്റ് കാർ. യെസ്. അങ്ങനെ എന്നെ നിർത്തിയിട്ട് അതിനൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, തങ്കപ്പൻ എന്നാണ് പേര്. അങ്ങനെ ദാസേട്ടൻ നിർത്തിയിട്ട് പറഞ്ഞു, എന്താ സ്കൂട്ടറിലൊക്കെ ഓടിച്ചിട്ടാണോ പാട്ട് പാടാൻ പോകുന്നത് വെച്ചിട്ടോ. ഈ സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് എന്ത് പറ്റിച്ചാൽ നിറയെ ഡസ്റ്റ് ഉള്ളിൽ കയറും, പിന്നെ തലയൊക്കെ വേർക്കും, അപ്പോൾ വോയിസ് കംപ്ലീറ്റ് പോവും. ഇത് പാടില്ല, ചെസ്റ്റിലൊക്കെ കാറ്റടിക്കുന്ന സമയത്ത് വോയിസ് വല്ലാതെ മോശമായി പോവും. അതുകൊണ്ട് ഇതൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒരു കാറ് വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അതായിരുന്നു എനിക്ക് കാറ് വാങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ. സോ 82 or 83 ഐ ബോട്ട് ദി കാർ. ആദ്യത്തെ കാർ വാങ്ങി, മാരുതി കാർ. അന്നത്തെ തുടക്കം 83 84 കൃത്യമായിട്ട് ഓർമ്മയില്ല എനിക്ക്, 84 ആണെന്ന് തോന്നുന്നു. യെസ്. അപ്പൊ നമുക്കൊക്കെ ശരിക്കും ഒരു സൂപ്പർ ഐഡലാണ് നമ്മുടെ. അപ്പൊ അദ്ദേഹത്തിന്റെ പിറന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതും ഇന്നത്തെ ടോപ്പ് സിംഗറിലെ മനോഹരമായി പാടുന്ന കുട്ടികളിലൂടെ അത് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവുന്നത് തന്നെ വലിയൊരു ഭാഗ്യം.